There has been unmatched progress, growth and development in Kerala in last 10 years. Despite Modi government ignoring the demands and needs of Kerala, central government always refused to extend any assistance to Kerala even during the natural calamities and disaster times. കേന്ദ്രം ഭരിക്കുന്ന മോഡി ഗവൺമെന്റ് കേരളത്തെ സാമ്പത്തികമായിട്ട് ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് ന്യായമായി ലഭിക്കേണ്ട ഭരണഘടനാപരമായ അവകാശങ്ങൾ പോലും നമുക്ക് തരുന്നില്ല. പ്രത്യേകിച്ച് ദുരന്ത വേളകളിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്തെ സഹായിച്ചിട്ടില്ല. എന്നാൽ ഈ വിഭവ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ ഒരു ദശകക്കാലം അഭൂതപൂർവമായ പുരോഗതിയാണ് ഈ കേരള സംസ്ഥാനത്തിന് സാധ്യമായിട്ടുള്ളത്. പ്രത്യേകിച്ചും വികസനവും മൂലധന നിക്ഷേപവും പാവപ്പെട്ടവരുടെ കരുതലും മൂലം അനിതരസാധാരണമായ പുരോഗതിയാണ് കഴിഞ്ഞ ഒരു ദശകക്കാലം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഞെരുക്കത്തെ മറികടന്നുകൊണ്ട് ഭാവനാപൂർണമായ ഒരു പരിപാടിയാണ് കേരളത്തിലെ വികസനത്തിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. Every section of society has been benefited by pro-people policies of LDF government. Rapid growth is visible across all sectors from infrastructure to social welfare. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുണവും ആനുകൂല്യങ്ങളും കിട്ടുന്ന തരത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നയങ്ങളും പരിപാടികളും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. റോഡുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, പാലങ്ങൾ മുതൽ അടിസ്ഥാന വികസന സൗകര്യം മുതൽ പാവപ്പെട്ടവരുടെ കരുതൽ വരെ ഇത് ഉൾക്കൊള്ളുന്നു. I won't be taking much of your time, but I'll appeal for this time, please vote for the LDF RJD candidate on Hurricane Lamb, and definitely this time also under the leadership of Pinarayi Vijayan and CM Shah, we will form a government. Again, LDF will form a government. എനിക്ക് ഇനിയും ചില യോഗങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് ദീർഘമായി പ്രഭാഷണം നടത്താനുള്ള സൗകര്യം കിട്ടുന്നില്ല. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും വരണം. അതിന് ഈ നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് MK ഭാസ്കരനെ റാന്തൽ വിളക്കടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതാണ്. And I have been campaigning all over the Kerala. I must say that I'm not only come to Kerala just for a campaigning, but to know the real issues of the Kerala. So once again, when we're going to make a LDF government, so things I can suggest to Chief Minister to do more in Kerala for benefit the people. ഞാൻ കേരളത്തിൽ കേവലം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രചരണത്തിന് മാത്രമല്ല എത്തിയിരിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് അവരുടെ അവകാശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതാണ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മൂന്നാം പിണറായി ഗവൺമെന്റ് വരുമ്പോൾ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്ന് അദ്ദേഹത്തോട് നിർദ്ദേശിക്കാനും എനിക്ക് താല്പര്യമുണ്ട്. We have seen this government working hard when COVID time was there, the pandemic time. At that time also Kerala has set an example how to deal with the disasters time. മഹാമാരിയായിരുന്ന കോവിഡ് ദുരന്തത്തിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ ജനങ്ങൾ മുഴുവൻ കഷ്ടപ്പെട്ടപ്പോൾ എങ്ങനെ അതിനെ അതിജീവിക്കാൻ കഴിയും എന്ന് മാതൃകാപരമായി ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഗവൺമെന്റ് കേരളത്തിലെ പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ്. I was India's youngest Deputy Chief Minister and right now the youngest opposition leader of the India. So I must say that people, especially the youth, they need good opportunity to show their talent. And I will make sure with the LDF government under the leadership of Pinarayi Vijayan ji that especially we should focus on the youth. So if you're focusing on youth, spending time, that's the future of the state. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉപമുഖ്യമന്ത്രിയായിരുന്നു ഞാൻ. ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിപക്ഷ നേതാവാണ്.
അതുകൊണ്ട് യുവാക്കൾക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാട്ടിലെ യുവാക്കൾക്ക് അന്തസ്സോടുകൂടി ജീവിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് നിർദ്ദേശിക്കുന്നതിൽ ഞാൻ ചില കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. I'm a youth, I can understand the youth issues. In my behalf, the major issue was unemployment. And when I was campaigning during the election 2020, assembly election in Bihar, I had promised people of Bihar that I will give 10 lakh government job to them. Unfortunately, from 2-3 seats we could not make the government over there. But when my Chacha Nitish Kumar ji swapped and came with me and we made a government in 2022, I made sure that I should deliver my promise. And in Indian history, it was the first time any state has given 5 lakh jobs within 3 months. ബീഹാറിൽ ഞാൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അന്ന് ഞങ്ങളുടെ പ്രചാരണ വേളയിൽ ഞങ്ങൾ കൊടുത്തിരുന്ന വാഗ്ദാനം 10 ലക്ഷം തൊഴിൽ ഞങ്ങൾ യുവാക്കൾക്ക് പ്രദാനം ചെയ്യുമെന്നാണ്. എന്നാൽ ആ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഗവൺമെന്റ് അട്ടിമറിക്കപ്പെട്ടു. പക്ഷെ അഭിമാനത്തോടെ പറയട്ടെ, പകുതി കാലയളവിൽ 2.5 വർഷത്തിനുള്ളിൽ 5 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുത്തിട്ടാണ് ഞാൻ മാറിയത്. We don't believe in talking much like other alliance, other parties. LDF people, they believe in working, not talking too much like Modi ji. മറ്റ് പാർട്ടികളെ പോലെ വെറും വാചക കസരത്തിൽ അഭിരമിക്കുന്നവരല്ല നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ. അവർ ശരിക്കും പണിയെടുത്താണ് തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലം ഉണ്ടാവുകയില്ല. So I won't take much time. Thank you everyone. Especially I can see all my guardians, my sister, mothers and my brothers. Thank you for coming for today's public meeting and giving us such a huge support.